ഹലോ, അമ്മാമ ഈ കുഞ്ഞൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ചക്ക അടയാണ്. അപ്പം അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എനിക്കിത് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ, കുറച്ച് കിട്ടിയിട്ടുള്ളൂ. നല്ല ചക്കയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്, ചക്ക അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അതിന് ഞാൻ ഈ ചക്ക ഒന്ന് വേവിക്കൊന്നും വേണ്ട, നമ്മൾ ചക്ക അട ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് വേവിക്കണ്ട. ഇത് ഞാൻ മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ. ചക്ക ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്, കുറച്ച് അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരുണ്ട ശർക്കരയുടെ പകുതി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് തേങ്ങാക്കൊത്ത്, കുറച്ച് ഏലക്കായപ്പൊടി അതും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ശർക്കര ഉരുക്കാൻ വേണ്ടി വെക്കാൻ പോകുന്നതാണ് കേട്ടോ. ഈ ചക്ക ഞാൻ അടിച്ചു വെച്ചതിലേക്ക് ഞാൻ ഈ അരിപ്പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു നുള്ളുപ്പ് ചേർക്കട്ടെ, നുള്ളുപ്പ് മതി. കുറച്ച് ഏലക്കായപ്പൊടി ഇടാം. ഈ തേങ്ങ ചുരണ്ടി വെച്ചേക്കണ തേങ്ങയും കൂടി ചേർക്കാം. ഇത് ഞാൻ വെറുതെ കൈ വെച്ചൊന്ന് കുഴച്ച് വെച്ചിട്ടുള്ളൂ, ശർക്കര പാനിയൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് ഞാൻ ഈ തേങ്ങാക്കൊത്തും കൂടി ചേർക്കണേ കേട്ടോ. ചക്കയുടെ സീസണൊക്കെയാണ് ഇപ്പം, ചക്ക കിട്ടിയാൽ ഇങ്ങനെയൊക്കെ ചെയ്യാം. എല്ലാവരും ഉണ്ടാക്കണേന്, എന്നാലും ഞാൻ ഉണ്ടാക്കണത് എങ്ങനെയാണ് ഞാൻ കാണിക്കണേന്ന് ഞങ്ങൾ. ഞാൻ കുറച്ച് നെയ്യ് കൂടെ ചേർക്കണ്ട കേട്ടോ. തേങ്ങാക്കൊത്ത് നെയ്യിൽ വറുത്തിടണവർക്ക് വറുത്തിടാം കേട്ടോ, ഞാൻ വറുത്തിടുന്നില്ല. ഇതിൻ്റെ അകത്തേക്ക് ഞാൻ ശർക്കരപ്പാനി ഉരുക്കി വെച്ച ശർക്കരപ്പാനി തിളച്ച വടി തന്നെ കേട്ടോ, നല്ല ചൂടുണ്ട്. ആ ചൂടോടുകൂടി തന്നെ ഞാൻ ഒഴിക്കണേന്. ചൂടോടുകൂടി തന്നെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ സ്പൂൺ വെച്ച് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല അട നല്ല സോഫ്റ്റ് ആവും കേട്ടോ. നല്ല ശരിക്കും എല്ലായിടത്തും ആകുന്ന വിധത്തിൽ ഇനി സ്പൂൺ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. ഈ ചക്ക ശർക്കരയൊക്കെ ഇട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വാഴലെടുത്ത് വെച്ചിട്ടുണ്ട്. ആ വാഴലയിൽ നമുക്ക് ഈ ചക്കയുടെ മാവിട്ട് കൊടുത്തിട്ട് ഒന്ന് ആവിയിൽ വേവിച്ചിട്ട് പുഴുങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു ആവി ഒളിക്കുന്ന പാത്രം വെച്ചിട്ടുണ്ട് കേട്ടോ, ആവി കയറ്റി എടുക്കാനായിട്ട്. ഞാനപ്പതേ ഈ വാഴലയിൽ ഒരു കുമ്പിള് കുത്തിയിട്ട് ഈ ചക്ക അട ഈ കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി, അതവിടെ ഇരുന്നു. ഞാൻ എല്ലാ അടയും ഈ ആവിപ്പാത്രത്തിൽ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, കുമ്പിൾ പോലെ ആക്കി എടുത്തിട്ട് എല്ലാം ഞാൻ ആവി കയറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിത് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. ചക്കയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻ്റായിട്ട് അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.